നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും ഈ റോക്കറ്റ് വിട്ട പോലെ ഏടെയാണ് ഇങ്ങനെ പായുന്നതെന്ന്. ഏടിയല്ല, ഇന്നലെ ഒരാൾ പല്ലുവേദന കൊണ്ട് ഉറങ്ങിയിട്ടേ ഇല്ല. അതുകൊണ്ട് ഇന്ന് ലീവ് എടുത്ത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകാൻ. ഡോക്ടറെ വിളിച്ച് ചോദിച്ചാൽ മോണേൻ്റെ ഡോക്ടർ 12 മണിക്കേ ഉള്ളൂ. അപ്പോൾ 12 മണിക്കുള്ളിൽ ഇപ്പോൾ അവിടെ എത്തണമല്ലോ. അപ്പോൾ 12 മണിക്കെന്ന് വെച്ചാൽ കുറേ ടൈം ഉണ്ട് ഇനിയും. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ തീർക്കാൻ വിചാരിച്ചു നമ്മൾ. അപ്പോൾ വെള്ളത്തിൻ്റെ ബില്ലടക്കാനുണ്ട്, ഒന്ന് അക്ഷയ പോകാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോഴത്തേക്ക് അതൊക്കെ തീർത്തിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കേ അപ്പോയിൻമെൻ്റ് ആവും. അപ്പോൾ ഇതാ നമ്മൾ വെള്ളത്തിൻ്റെ ബില്ലടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. വെയിലായതുകൊണ്ട് ഞാൻ മൂടെല്ലാം ഫുള്ള് ചുറ്റി വരിഞ്ഞിട്ടേ ഉള്ളൂ. നല്ല വെയിലാണ്. അപ്പോൾ അതാണ് കാണുന്നത്. ഇതാ വെള്ളത്തിൻ്റെ ഓഫീസ് എത്തി. നമ്മളിതാ അടക്കാൻ വേണ്ടി പോയിരുന്നു. 120 വരത്തുള്ളൂ. പക്ഷേ ഇത് കൂട്ടിക്കൂട്ടി വെച്ച് ഏകദേശം ഒരു 1500 റുപ്യോളായി. അന്നേരമാണ് ഈ ഉപ്പാക്ക് ബോധം വന്നത് അടക്കണം എന്നുള്ളത്. അപ്പോൾ ഓരോ ബില്ല് കൊണ്ടുവരുമ്പോൾ അയാൾ പറയും അടച്ചോ ടൈമായി. ഇപ്പോൾ 1500 ആയിരാന്ന് ഉപ്പാൻ്റെ ടൈമായത്. ഇത് അടക്കാൻ വേണ്ടി നമ്മൾ ക്യൂ നിന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അക്ഷയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി വെക്കാൻ വേണ്ടി ഏടി സ്ഥലമില്ല. എൻ്റെ ഇതാ താലൂക്ക് ഓഫീസിലേക്ക് കയറ്റി വെക്കുന്നു നമ്മൾ വണ്ടി. വേറെ ഏടി സ്ഥലമില്ല, വണ്ടി ബസ്സെല്ലാം പോകുന്നതുകൊണ്ട് എന്നിട്ട് അവിടെ കയറ്റി വെച്ചത് അക്ഷയയിലെത്തി. അക്ഷയ വരുന്നത് ഈടേടെ അക്ഷയ എൻ്റെ കൺമുമ്പിലുണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഇതാ ഇപ്പം നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ടത്. ഉപ്പ പറഞ്ഞ് ഈ അക്ഷയ ആയിരിക്കുമല്ലോ. ഉപ്പ അങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടി പോയി നോക്കുമ്പോൾ ഇത് തന്നെയാണ് ലൈബ്രറി ഹാളിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു അക്ഷയേ ഉള്ളൂ. എന്നിട്ട് ഇതാ അക്ഷയയിൽ കയറിയിരുന്ന് മറ്റേ സ്ത്രീ സുരക്ഷേൻ്റെ ഫോമില്ലേ അതിൻ്റെ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ കഷ്ടകാലത്തിൽ അത് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. ഉമ്മാൻ്റെ ഫോൺ നമ്പർ ആധാറായിട്ട് ലിങ്ക് അല്ലാത്തതുകൊണ്ട് OTP ഒന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇതാ കിങ്സ് ഡെൻ്റലിലെത്തി നമ്മളെത്തി ഉപ്പാനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇതാ ഇരിക്കലായി. അപ്പോയിൻമെൻ്റൊക്കെ എടുത്തിതാ ഇരിക്കലായി. ഇരുന്ന് വേറെ ഉറച്ച് എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു അവസ്ഥയായിന്. ഇരുന്ന് വേറെ ഉറച്ച് പോയി. ഉപ്പാക്കാണെങ്കിൽ ദേഷ്യം വരുന്ന ആളിങ്ങനെ ക്ഷമിച്ചിരിക്കൂല. എനിക്ക് വയ്യ എങ്ങനെയോ നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോയി എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഇത് എക്സ്റേ എടുക്കാൻ വേണ്ടി ചാടി ഇരുന്നിട്ടാണ് ഉള്ളത് വെയിറ്റ് ചെയ്തിട്ട്. അവിടെയും കുറച്ച് ഇരുന്ന് മടുപ്പായി. ഓറാണെങ്കിൽ പോവാന്നെല്ലാം പറഞ്ഞു. അമ്മ ഇടം വരെ എത്തി ഇനി കാണിക്കാണ്ട് പോക്കാം. എൻ്റെ അമ്മന് കുറച്ച് സമയം കൂടി ഇരിക്കാം. അങ്ങനെ എക്സ്റേ എടുക്കാൻ വേണ്ടി കയറി. ഇതാ ഉപ്പ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഞാൻ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു കണ്ണാടി പോലത്തെ എന്തോ ഒരു കണ്ട്. പിന്നെ നമ്മളറിയാലോ കോലങ്ങൾ, ഓരോ കോലാലങ്ങളൊക്കെ നിന്ന് പോസയിലായി. എവിടെ കണ്ണാടി കണ്ടാലും ആടെ മുമ്പിലെത്തും ഞാൻ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.